ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും സ്വന്തം നാട്ടിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ് ഏറിയ പങ്ക് പ്രവാസികളും. സ്വന്തം നാടിനോടും വീടിനോടും അത്രമേൽ നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. അതിനാൽ തന്നെയാണ് വികസനത്തിന്റെ ഭാഗമായും മറ്റുമുണ്ടാകുന്ന കുടിയൊഴിപ്പിക്കലുകൾ ഇത്രമേൽ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതും വാർത്തയാകുന്നതും. അപ്പോൾ പിന്നെ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആളുകളെ കുറിച്ച് ഓർത്തു നോക്കൂ. ഇത്തരത്തിൽ മറ്റു ഗത്യന്തരമില്ലാതെ ഒരു ഗ്രാമം തന്നെ ഒഴിയേണ്ടി വന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത്തരത്തിൽ ഗ്രാമം തന്നെ ഉപേക്ഷിച്ചു പോകാൻ അവരെ പ്രേരിപ്പിച്ചത്. ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള നേപ്പാളീസ് ഗ്രാമമായ സാംസോങ്ങിലെ ജനങ്ങളാണ് ഇത്തരത്തിൽ ഗ്രാമം ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായത്. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമെങ്കിലും സാംസോങ്ങിനെ ഇത് കാര്യമായി തന്നെ ബാധിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഗ്രാമത്തിലെ നദികളും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിവരണ്ടു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനോ കൃഷി ആവശ്യത്തിനോ വെള്ളമില്ലാത്ത അവസ്ഥ. ഇതോടെ അത്രയും നാൾ പ്രകൃതിയോടിണങ്ങി പരമ്പരാഗത കൃഷിരീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തു വന്നിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ മറ്റു മാർഗമില്ലാതെ ആ ഗ്രാമം തന്നെ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായി. അപ്പർ മസ്തങ്ങിലെ രാജാവ് ഇവർക്ക് പുനരധിവസിക്കാനുള്ള സ്ഥലം നൽകി. ഇതോടെ നാമാസങ് ഇവരുടെ പുതിയ ഗ്രാമമായി. ചിലർ പുതിയ അന്തരീക്ഷവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയെങ്കിലും ചിലർക്ക് അതേറെ പ്രയാസകരമായിരുന്നു. പുനരധിവാസത്തിന്റെ ആദ്യ നാളുകളിൽ സ്ത്രീകൾ സമൂഹ അടുക്കള നടത്തി. ഇതിലായിരുന്നു ഗ്രാമത്തിലെ 85ഓളം ആളുകൾക്കുള്ള ഭക്ഷണം പാകം ചെയ്തിരുന്നത്. തുടർന്ന് അവർ തന്നെ തരിശുഭൂമികൾ നിരപ്പാക്കാനും കൃഷി ചെയ്യാനും ആരംഭിച്ചു. ഇതിനു പുറമെ ആട് വളർത്തലിലൂടെയും അവർ വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ ക്രമേണ അവർ തങ്ങളുടെ വേരുറപ്പിച്ചു. ഇനിയും പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകാതെ ജീവിതം നയിക്കാനാകണേ എന്ന പ്രാർത്ഥനയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.